ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ തൊടുപുഴയിലാണ്. ഇവിടെ ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊന്ന് പറയാമോ? Thank you so much, Pastor Shaju, for inviting me for this program. എൻ്റെ പേര് ഷാജി മാത്യൂസ് എന്നാണ്. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ ആലക്കോട് പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഞാൻ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് മാതാപിതാക്കളും 2 സഹോദരിമാരുമാണ് ഉള്ളത്. സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു, അവർ സെറ്റിലായി. എനിക്ക് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഞങ്ങൾ സുശേഷകരായിരിക്കുന്നു. ഏത് സഭയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഞാൻ ദോഹയിൽ ഒരു ഹൗസ് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് കഴിഞ്ഞു പോകുന്നത്. പാസ്റ്ററുടെ ബാല്യകാലത്തെ കുറിച്ചൊന്ന് പറയാമോ? ജനിച്ചതും വളർന്നതും പഠിച്ചതും, ഞാൻ മാതാപിതാക്കളുടെ ജോലി, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളൊരു കൃഷിക്കാരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അവർ കൃഷി ചെയ്താണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾക്ക് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരു ഓർഡിനറി കത്തോലിക്ക കുടുംബമായിരുന്നു. ഞാൻ കലയന്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അവിടുത്തെ സ്കൂളിൽ പഠിക്കുവാനും അവിടുത്തെ പള്ളിയിൽ ഭാഗഭാക്കാകുവാനൊക്കെ ചെറുപ്പത്തിലെ എനിക്ക് ഭാഗ്യമുണ്ടായി. ചെറുപ്പത്തിൽ അൾത്താര ബാലന്മാരുടെ കൂട്ടത്തിൽ എനിക്കും അൾത്താരയിൽ ശുശ്രൂഷിക്കുവാനും പുരോഹിതനെ സഹായിക്കുവാനും ഒക്കെ ഉള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ചെറുപ്പത്തിലെ ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ വലിയ സ്നേഹവും താല്പര്യവും അന്ന് പുരോഹിതന്മാരുമായിട്ട് അടുത്തിടപഴകിയതും അവരുടെ വ്യക്തിത്വവും അവരുടെ അറിവും അവരുടെ ആ പ്രാഗൽഭ്യവും എല്ലാം അവരുടെ പൊട്ടൻഷ്യൽ എന്നെ വളരെയധികം സ്വാധീനിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീട് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു, അതായത് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഞാൻ കത്തോലിക്ക ചർച്ചിൽ എൻ്റെ പള്ളിയിൽ, കലയന്താനി പള്ളിയിൽ ചെറുപ്പം മുതലേ കരിസ്മാറ്റിക് പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അതിലൊക്കെ ഭാഗമാകുമായിരുന്നു. അതിനുശേഷം ഇവിടെ തൊടുപുഴയ്ക്ക് അടുത്ത് ഏഴുമുട്ടെന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ, ഏഴുമുട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാദർ അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. പള്ളിക്കുന്നേലച്ഛൻ്റെ വീടും സ്ഥലമൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാ ശനിയാഴ്ചകളിലും കരിസ്മാറ്റിക് പ്രാർത്ഥനകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സ് മുതൽ എല്ലാ ശനിയാഴ്ചയും ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനകൾക്ക് പോവുകയും അവിടെ കൂടുകയും ചെയ്യുന്നൊരു പതിവായിരുന്നു. അതിനുശേഷം ഒരാഴ്ച അവിടെ താമസിച്ച് ഒരാഴ്ചത്തെ ധ്യാനം 1987 ഈ ഏഴുമുട്ടത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ കൂടുവാനിടയായി തീർന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കൈകൊട്ടുന്നതും പാട്ട് പാടുന്നതും ഒച്ചയ്ക്ക് ഹല്ലേലൂയ പറയുന്നതും സ്തോത്രം പറയുന്നതും ഇങ്ങനെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് അവിടെ കാണുവാനിടയായി തീർന്നു. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നെങ്കിലും അവിടുത്തെ ധ്യാനപ്രസംഗങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ആത്മീകമായിട്ട് പ്രചോദിപ്പിക്കുകയും അങ്ങനെ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം ഞാൻ കൂടി. അതിനുശേഷം എൻ്റെ ഇടവക്കാരനായിരുന്ന ചേട്ടൻ പറഞ്ഞു, നീ വളർച്ചാ ധ്യാനമൊക്കെ കൂടിയതിന് ശേഷം ഇങ്ങനെ ചുമ്മാ നടക്കുന്നത് ശരിയല്ല, ഞങ്ങളെ വന്ന് സഹായിക്കണമെന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി. അന്നിപ്പോൾ എനിക്ക് 17 വയസ്സേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അന്ന് ഒന്നും അറിയത്തില്ല. എങ്കിലും അതൊരു ദൈവവിളിയായി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ ഒരു കരം എന്നെ നടത്തുവാനിടയായി. അതിനുശേഷം ഞാൻ 1993 കോട്ടയിൽ ഞാനും എൻ്റെ സഹോദരിയും പോയി. വലിയ ആഴ്ച എന്ന് പറയുന്ന ആഴ്ചയിൽ ഞങ്ങൾ ഒരാഴ്ചത്തെ ധ്യാനം കോട്ടയിൽ കൂടുകയുണ്ടായി തീർന്നു. അപ്പോൾ ഈ കോട്ടയിലും ധ്യാന കേന്ദ്രങ്ങളിലുമുള്ള വചന ശുശ്രൂഷകളൊക്കെ എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. വചനം സത്യമാണെന്നും പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവമുണ്ടെന്നും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമെന്നും വചനം വായിക്കണമെന്നും ഒക്കെയുള്ള വലിയ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ദൈവമെന്നുള്ളൊക്കെ വലിയ അറിവ് എനിക്ക് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുവാനിടയായിത്തീർന്നു. അങ്ങനെ ഒരു ധ്യാന കേന്ദ്രങ്ങളിലും എൻ്റെ കത്തോലിക് ചർച്ചുമായിട്ടുള്ള ബന്ധം എനിക്കൊരു ഹാഫ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാക്കി. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുവാനും കുറച്ചൊക്കെ പ്രാർത്ഥിക്കുവാനും കുറച്ചൊക്കെ
ഇങ്ങനെ ആത്മീയമായിട്ടൊക്കെ പുരോഗതിയിലോട്ട് വരുവാനൊക്കെ എൻ്റെ ധ്യാന കേന്ദ്രവുമായിട്ടുള്ള ബന്ധം, എൻ്റെ 17 വയസ്സ് മുതലുള്ള ധ്യാന കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ഇടയാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ എൻ്റെ കരിസ്മാറ്റിക് ജീവിതവും കൃഷി കാര്യങ്ങളും ഒക്കെ ആയിട്ടും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ അന്ന് ഇവിടുത്തെ തൊടുപുഴ MLA ആയിരുന്ന PT തോമസുമായിട്ട് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ടു, താമസിച്ചു. അതിനുശേഷം എനിക്ക് അദ്ദേഹം 1-2 ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പോയി കാണുക എന്നൊക്കെ പറഞ്ഞും എൻ്റെ സ്നേഹിതന്മാരും ഒക്കെ സഹായത്താൽ അവർ എന്നെ തിരുവല്ലയ്ക്ക് പറഞ്ഞു, തിരുവനന്തപുരത്തു നിന്നും തിരുവല്ലയ്ക്ക് പറഞ്ഞു വിടുവാണ്ടേതീർന്നു. അവിടെ ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുക, അതിനുശേഷം നമുക്ക് പിന്നീട് എന്തെങ്കിലും ജോലി അന്വേഷിക്കാം. വിശ്വാസത്തിലേക്ക് വന്നോ? ഇല്ല, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാനന്ന് കാത്തലിക് ചർച്ച് തന്നെ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ആദ്യമൊക്കെ അവർ വന്ന് എനിക്ക് ജോലിയൊന്നും വേണ്ട, നീ വീട്ടിൽ പോയി വീട്ടിലെ കാര്യമൊക്കെ നോക്കി നടക്ക്, ജീവിക്കുക പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ചാണ് അവരെന്നെ തിരുവല്ലയ്ക്ക് പറഞ്ഞു വിടുവാണ്ടി തീർന്നത്. തിരുവല്ലയിൽ ഞാൻ അങ്ങനെ അവിടെ റെക്കമെൻഡേഷനിൽ എനിക്ക് 1-2 സ്ഥലങ്ങളിൽ ജോലി കിട്ടി. ഞാനങ്ങനെ ജോലി 92 കാലഘട്ടത്തിൽ 93-ലൊക്കെ തിരുവല്ലയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി കൊണ്ടിരിക്കുന്ന കടയുടെ നിലത്ത് കിടന്ന് എനിക്കൊരു ട്രാക്റ്റ് കിട്ടുവാണ്ടായിത്തീർന്നു, സുവിശേഷപ്പത്ത് കിട്ടുവാണ്ടായിത്തീർന്നു. അതിൻ്റെ ടൈറ്റിൽ ക്രിസ്തീയ സ്നാനം എന്ന ടൈറ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാനെടുത്ത് പോക്കറ്റിലിട്ടു, പിന്നെ വായിക്കാമെന്ന് കരുതി. പിന്നീട് ഞാനെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സ്നാനം അതിൻ്റെ എടുക്കുന്നതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഒരു 5 കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അപ്പസ്തോലിക ഉപദേശമാണ്, ദൈവത്തോട് ചേരുന്നതാണ് എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ റെഫറൻസും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ പ്രത്യാശ തോന്നി, ഇത് വലിയ സത്യമായ കാര്യമാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ റെഫറൻസും ബൈബിളിലെ റെഫറൻസൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുവാണ്ടായി. ഞാൻ അങ്ങനെ എടുത്ത് വായിച്ചു. അപ്പോൾ എനിക്ക് അന്നത്തെ താല്പര്യം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി പരിചയമുള്ളതുകൊണ്ട് എനിക്കൊന്ന് തർക്കിക്കാൻ, മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് തർക്കിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇമ്മാനുവൽ ബൈബിൾ ഡിപ്പോ തിരുവല്ല, TK റോഡ് തിരുവല്ല, ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുക എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം തമാശന് ഈ ഇമ്മാനുവൽ ബൈബിൾ ഡിപ്പോയിൽ കയറി ചെന്നു. അവിടെ റെജി മൂലട എന്ന് പറഞ്ഞ ഒരു സുവിശേഷകനെ എന്നെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മാതൃസഭയായ തൊട്ടടുത്തുള്ള തോട്ടഭാഗം, മഞ്ഞാടിക്കപ്പുറമുള്ള തോട്ടഭാഗം ഷാരോൺ ചർച്ചിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പാസ്റ്ററെ പരിചയപ്പെടുത്തി. അവർ എന്നെ ഒരു കോട്ടേജ്, അതിന് തൊട്ടടുത്തുള്ള ചർച്ചിനടുത്തുള്ള ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പോകുമായിരുന്നു. അവരുടെ കോട്ടേജ് മീറ്റിങ്ങിന് പോയി ഞാൻ അവിടെ ഇരുന്നു. അവർ കൈകൊട്ടി പാട്ടുപാടി ആരാധിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എനിക്ക് ഒത്തിരി ഹൃദയത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. എൻ്റെ കരച്ചിലും എനിക്ക് വളരെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി, എനിക്ക് വലിയ ആത്മീയ സന്തോഷമുണ്ടായി. കാരണം ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ അവിടെയും ആളുകൾ കൈകൊട്ടുന്നു, പാട്ടുപാടുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, അന്യഭാഷകൾ പറയുന്നു. അപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കരിസ്മാറ്റിക് പ്രാർത്ഥനകൾ കണ്ടിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ കാണുന്നത്. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എൻ്റെ ജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എൻ്റെ വീട്ടിൽ രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനും വളരെയധികം ഹൃദയഭാരത്തിലായിരുന്നു. എന്നാൽ ഞാൻ ഈ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് എന്നിൽ വ്യാപരിച്ച് ഞാൻ കരഞ്ഞ് അതെൻ്റെ ഒരു വലിയ മാനസാന്തരത്തിന് ഇടയായി. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് അവരെനിക്ക് കുറച്ചുകൂടെ സുവിശേഷ കാര്യങ്ങൾ പറഞ്ഞു തരുവാനിടയായി തീർന്നത്. അതിനുശേഷം അവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഫുൾ ഗോസ്പൽ അവർ പാസ്റ്റർ KS മാത്യു ആയിരുന്നു അന്ന് ആ ചർച്ചിൻ്റെ പാസ്റ്റർ, തോട്ടഭാഗത്തുള്ള ഷാരോൺ ചർച്ചിൻ്റെ പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഫുൾ ഗോസ്പൽ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, ഇവിടെ 1000 വർഷം ഭരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് 10-22 വർഷം കാത്തലിക് ചർച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ അത് കേട്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ്ത് പാസ്റ്ററിനോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, 1000 വർഷം ഭൂമിയെ ഭരിക്കും, ഇവിടെ 1000 ആണ്ട് വാഴ്ചയുണ്ട്. എനിക്ക് ആദ്യം അത് തമാശയായിട്ട് തോന്നുന്നു, സത്യമല്ല എന്ന് തോന്നി. പിന്നീട് അദ്ദേഹം ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത് കാണിക്കുകയും അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിൽ സത്യമാണെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അദ്ദേഹം അങ്ങനെ ആ ബന്ധത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി. ആ ബന്ധത്തിൽ ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ ആ ചർച്ചയിൽ പോകും. അവിടെ ഹാഫ് നൈറ്റ് സമയത്ത് എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് ഹോട്ടലിലെ വെയിറ്ററായിട്ടാണ് ജോലി, തിരുവല്ലയിൽ. അപ്പം ആ ജോലിക്ക് ശേഷമാണ് ഞാൻ ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ഞാൻ തിരുവല്ലയിൽ ചെല്ലുമ്പോൾ എനിക്ക് 22 വയസ്സേ ഉള്ളൂ. 22 വയസ്സിലാണ് ഞാൻ ഈ സുവിശേഷ പ്രതി കിട്ടുന്നതും ഇതനുസരിച്ച് ഈ ചർച്ച ചെല്ലുന്നതും ഈ ഷാരോണിലെ ചർച്ചിലെ പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിൽ ഏകദേശം ഒരു 6 മാസത്തോളം ആ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ പോയി കഴിഞ്ഞപ്പോൾ
അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് ബൈബിൾ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ ഒരുക്കാമെന്ന് പറഞ്ഞ് പാസ്റ്റർ എൻ്റെ താല്പര്യപ്രകാരം എനിക്ക് തിരുവല്ലായ്ക്ക് അടുത്തുള്ള പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ ഏർപ്പാടാക്കി തന്നു. അങ്ങനെ ഞാൻ ബൈബിൾ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ വീണ്ടും ജനിക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും. അതിനുശേഷമാണ് പാസ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ ഒരുക്കി തരുന്നതും. അങ്ങനെ 1993 ജൂൺ മാസത്തോടുകൂടി ഞാൻ അവിടെ ഡിപ്ലോമ ഇൻ തിയോളജിക്ക് എനിക്ക് അഡ്മിഷൻ ഏർപ്പാടാക്കി തന്നു. എനിക്ക് 2 വർഷം അവിടെ പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നു, ബൈബിൾ കോളേജിൽ പോയി. വീട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എന്തായിരുന്നു? വീട്ടിൽ നിന്നും എനിക്ക് വലിയ എതിർപ്പുണ്ടായില്ല. ഞാൻ കാരണം ജോലിയോടുള്ള ബന്ധത്തിലും മറ്റ് രാഷ്ട്രീയക്കാരുള്ള ബന്ധത്തിലും ഒക്കെ വീട്ടിൽ നിന്നൊക്കെ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ലോകപരിചയം ഉണ്ടായിരുന്നുകൊണ്ടും ആളുകളെയൊക്കെ പരിചയം ഉണ്ടായിരുന്നുകൊണ്ടും ഒക്കെ അങ്ങനെ വലിയ എതിർപ്പുണ്ടായില്ല. അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും എനിക്ക് വലിയ എതിർപ്പുണ്ടായില്ല. വീട്ടിൽ നിന്നും എനിക്ക് വലിയ എതിർപ്പുണ്ടായില്ല. എങ്ങനെ ഈ പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അനുവദിച്ചു തന്നു. പിന്നീട് ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം ബൈബിൾ സ്കൂളിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞു, എനിക്ക് കേരളത്തിന് വെളിയിൽ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, എൻ്റെ കോർഡിനേറ്റർ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ എറണാകുളത്തുള്ള ഓഫീസിലോട്ട് പറഞ്ഞു വിടുകയും ഞാൻ കേരളത്തിലെ കോർഡിനേറ്റർ എറണാകുളത്ത് വന്ന് കാണുകയും അവരെനിക്ക് അതിനുശേഷം ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തരികയും ഞാൻ ഏകദേശം 1995 മുതൽ ഏകദേശം 2002 വരെയും ഞാൻ ഈ ഓപ്പറേഷൻ മൊബിലൈസേഷനോടുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായിട്ട് വടക്കേ ഇന്ത്യയിലാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കാനിടയായി. ഓൾ ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ ഓപ്പറേഷൻ മൊബിലൈസേഷനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് കേരളത്തിന് വെളിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുവാനും 10-20ഓളം സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുവാനും സുവിശേഷ പ്രവൃത്തികൾ വിതരണം ചെയ്യുവാനും പരസ്യയോഗം ചെയ്യുവാനും എല്ലാ രീതിയിലുള്ള സുവിശേഷ വേലകളിൽ ഏർപ്പെടുവാനും ദൈവം സഹായിച്ചു. എനിക്കതൊരു വലിയ ഹിന്ദി പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും വടക്കേ ഇന്ത്യയിലെ ചർച്ച് ഗ്രോത്തുകൾ കാണുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഞങ്ങൾ 90കളിൽ കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന കാലത്തൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളും മാത്രമേ കേരളത്തിന് വെളിയിലുണ്ടായിരുന്നുള്ളൂ. പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും വലിയ മാസീവായിട്ടുള്ള പീഡനങ്ങളൊന്നും അന്നില്ലായിരുന്നു. അന്ന് സുവിശേഷത്തിന് അത്ര വലിയ എതിർപ്പില്ലായിരുന്നു. 2005 വരെയൊക്കെ കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ചുകൂടെയും ജനങ്ങൾ സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവരും സുവിശേഷ പ്രവൃത്തി സ്വീകരിക്കുന്നവരും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരുമായിരുന്നു. കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുവാനും ഞങ്ങൾ അന്ന് പരസ്യവും വൈകിട്ട് മശിഹാ ചരിത്രം ഫിലിം ഷോയും എല്ലാം കാണിക്കുവാൻ ജനങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് മശിഹാ ചരിത്രം സിനിമ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ജീവിതവും അടങ്ങുന്ന ദയാസാഗർ എന്ന ഹിന്ദി സിനിമ അവർ വളരെ സ്നേഹത്തോടു കൂടി ചില സ്ഥലങ്ങളിൽ മാത്രമേ എതിർപ്പുണ്ടായി ഈ മശിഹാ ചരിത്രം സിനിമ നിർത്തിപ്പോരേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് UP വാരണാസിക്ക് അടുത്തുള്ള ഒരു വില്ലേജിൽ ഒരു മഴയായിരുന്നു. ഞങ്ങൾ അങ്ങനെ മശിഹാ ചരിത്രം കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത വില്ലേജുകാർ പറഞ്ഞു, ഞങ്ങൾക്കും കാണണം, ഞങ്ങളുടെ പിള്ളേരും കാണിക്കണമെന്ന്. ഞങ്ങൾ ഒരു ഫിലിം ഷോ കഴിഞ്ഞ് 9 മണിയായി മടങ്ങിപ്പോരാൻ തരുന്നതാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങളുടെ ആ ക്ഷീണത്തെ വകവയ്ക്കാതെ അവിടുത്തെ ആളുകളുടെ താല്പര്യപ്രകാരം വീണ്ടും രണ്ടാമത് ഒരു സെക്കൻഡ് ഷോ പോലെ അടുത്ത വില്ലേജിലും ഇങ്ങനെ കർത്താവിൻ്റെ മശിഹാ ചരിത്രം കാണിക്കുവാനിടയായി. അത് രാത്രി 12 മണി വരെയും ഇരുന്ന് അവർ കാണുവാനിടയായി. ചെറിയ ചെറിയ മഴയൊക്കെ ഉള്ള ചെളിയൊക്കെ നിറഞ്ഞ വില്ലേജ് അന്തരീക്ഷമായിരുന്നു അന്ന്. എങ്കിലും അവിടെയൊക്കെ അത് ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അത് കണ്ടു. ഇന്നിപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നത് 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആരാധിക്കുന്ന വലിയ ഗ്രൂപ്പുകൾ, വലിയ കൂട്ടങ്ങൾ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ദൈവം എഴുന്നേൽപ്പിച്ചു. സുവിശേഷത്തിന് അന്നൊക്കെ വളരെ റിസപ്റ്റീവായിരുന്നു, അതിപീഡനങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ സുവിശേഷം വടക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഓക്കെ, പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ദൈവം അത്ഭുതകരമായി വിടിവിച്ചു എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില അനുഭവങ്ങളുണ്ട്. അത് ഒന്ന് പറയാമോ? ഒന്നാമതായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ ദൈവവിളി, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ദൈവഭാഗത്ത് കടന്നു വരുവാനുമുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ദൈവവിളിയായെന്ന് ഞാൻ കണക്കാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 17ാമത്തെ വയസ്സിൽ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സീനിയറായിരുന്ന എൻ്റെ ഇടവകയിലെ മടത്തിക്കണ്ടത്തിലെ ജോണിയേട്ടൻ പറഞ്ഞതാണ്,
നീ വളർച്ചയാധ്യാനമൊക്കെ കൂട്ടിയിട്ട് വെറുതെ നടക്കാതെ ഞങ്ങളെ വന്ന് സഹായിക്കണമെന്ന്. അപ്പം ഞാൻ അന്നത് എന്നെ തള്ളിക്കളഞ്ഞെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എൻ്റെ മുമ്പും പിമ്പും അടച്ച് എന്നെ സുവിശേഷ വേലയിലൂടെ മാത്രം നടത്തുന്ന ഒരു അനുഭവമാണ് അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിലുള്ളത്. വലിയ വിടുതലുകളെന്ന് പറഞ്ഞാൽ അതിനുശേഷം എൻ്റെ ഒരു ചങ്കത്ത് ഈ കൈവച്ചിരിക്കുന്ന ഭാഗത്തൊരു മുഴ വരാനിടയായി. എനിക്ക് 25 വയസ്സുള്ളപ്പോൾ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളഞ്ഞു. വീണ്ടും ഒരു മുഴ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നു, അതും എടുത്തു കളഞ്ഞു. അപ്പം ഈ മുഴ എടുത്ത സ്ഥലത്ത് ഇത്രയിടയ്ക്ക് ആ മുഴ ഇരുന്ന സ്ഥലത്തെ വാരിയെല്ലും കൂടെ 2 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ ഇത്രയും നീളത്തിൽ വാരിയെല്ലും കൂടെ എടുത്ത് കളഞ്ഞു. ഇപ്പം എനിക്കിവിടെ ബലൂൺ പോലെ ഇത്രയുടെ ഇവിടെ ഇങ്ങനെ ലങ്സ് പൊങ്ങുന്നതും താഴ്ന്നും കാണാം. അത്ഭുതകരമായിട്ട് കഴിഞ്ഞ 25 വർഷമായിട്ട് ദൈവം എന്നെ വലിയ ബലഹീനതകളോ ബലക്കുറവുകളോ ഇല്ലാതെ വീണ്ടും രോഗങ്ങളോ ദുഃഖങ്ങളോ കഷ്ടങ്ങളോ വരാതെ ദൈവം എന്നെ ഇന്നുവരെയും പരിപാലിച്ചു. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ പലരും അത് ക്യാൻസർ ആണെന്നും മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കീമോതെറാപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ഞാൻ കീമോതെറാപ്പി ചെയ്തില്ല. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവം എന്നെ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടും വലിയ കൃപ കൊണ്ടുമാണ്. വലിയ വിടുതലുകളാണ് അതിനുശേഷം അനുഭവിക്കുവാനുണ്ടായ. ഒത്തിരി അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളെല്ലാം ദൈവം പിടിവിച്ച് അത്ഭുതകരമായിട്ട് ദൈവം ഓരോ ദിവസവും നടത്തുന്നു. ഓക്കെ, അപ്പോൾ എത്ര വർഷം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷ വേല ചെയ്തു? ഏകദേശം 1995 മുതൽ ഈ സമയം വരെയും നോർത്ത് ഇന്ത്യയിലൂടെയൊക്കെ സഞ്ചരിക്കുവാനും സുവിശേഷ വേലയിൽ ഭാഗഭാക്കാകുവാനും ദൈവം സഹായിക്കുന്നു. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട്. 30 വർഷത്തെ ഒരു ഓൾ ഇന്ത്യ എക്സ്പോഷർ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പാസ്റ്ററുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ബേസിക്കലി ഇപ്പോൾ ഞങ്ങൾ കൂടുതലും ടീച്ചിങ്, പ്രീച്ചിങ്, പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരെ പ്രാർത്ഥനയിലും കൈത്താങ്ങൽ കൊടുത്തൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കൂടെ പഠിച്ചവരും സീനിയേഴ്സും ജൂനിയേഴ്സും ആയിട്ടുള്ളവരും സഹപ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് ഓൾ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അവർ വളരെയധികം ഞെരുക്കത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉത്തർപ്രദേശിലുള്ള നമ്മുടെ സ്നേഹിതൻ്റെ ചർച്ച അടച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഇപ്പോൾ ആരാധന നടത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും പീഡകളും സുവിശേഷ വിരോധികൾ വളരെ ശക്തമായിട്ട് എതിർക്കുന്നതുകൊണ്ട് ചർച്ച അടച്ചിട്ടിരിക്കുകയാണ്, പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൈത്താങ്ങൽ കൊടുക്കുന്നു. പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ടാലന്റുകൾ എന്തൊക്കെയാണ്? പൊതുവെ ഏത് പ്രവർത്തന മേഖലകളാണ് പാസ്റ്ററുടെ ഒരു വിജയം? ടാലന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വചനം പഠിക്കുവാനുള്ള ഒരു കൃപ ദൈവം തന്നു. പിന്നെ അത് മുഖാന്തരം ചെറിയ രീതിയിലൊക്കെ വചനം പഠിപ്പിക്കാനുള്ള ദൈവം കൃപ തന്നു. ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഞങ്ങളുടെ സീനിയർ പാസ്റ്റർക്ക് ഒരു ചെറിയ ഗുജറാത്ത് ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞൊരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. 2000 മുതൽ 2006 വരെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അത് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മൂലം പിന്നെ അത് സാറ് ചെറിയ ക്ലാസ്സുകളായിട്ട് മാറ്റി. ഇപ്പോഴും അദ്ദേഹം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ ട്രെയിനിങ്ങൾ നടത്തുന്നുണ്ട്. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഞങ്ങൾക്ക് 2000 മുതൽ 2005-06 വരെയൊക്കെ 10-50 കുട്ടികൾ ഓരോ വർഷവും ബാച്ചിലർ ഓഫ് തിയോളജിയിലും ഡിപ്ലോമ ഇൻ തിയോളജിയിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നവരൊക്കെ ഇന്നും ഗുജറാത്തിലും മറ്റ് പല സ്ഥലങ്ങളിലുമായിട്ട് ആക്റ്റീവായിട്ടുള്ള ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്ററുടെ മാഡം വൈഫ് സുവിശേഷ വേലയിൽ എത്രമാത്രം പാസ്റ്റർക്ക് ഒരു സപ്പോർട്ടാണ്? എൻ്റെ വൈഫിൻ്റെ പേര് ജയമോള് മർത്തോമ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അവർ ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം തൂക്കുപാലത്തിനപ്പുറം രാമക്കൽ മേട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. രാമക്കൽ മേട് എന്നുള്ള സ്ഥലത്തു നിന്നാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് അവർ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വരികയും അതിനുശേഷം ഞാൻ സുവിശേഷനായത് കണ്ട് സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളതുകൊണ്ടും അവൾക്കും ദൈവ സുവിശേഷ വേലയെ സഹായിക്കണമെന്നുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് എന്നെ വിവാഹം കഴിക്കുവാനിടയായിത്തീർന്നത്. ഞങ്ങൾ അങ്ങനെ അവളുടെ സഹകരണവും സാമ്പത്തിക സഹായങ്ങളും എല്ലാം സുവിശേഷ വേലയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഖത്തറിൽ ദോഹയിലായിരിക്കുന്നു. ഓക്കെ, പാസ്റ്ററുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷ പ്രവർത്തകർ ആരൊക്കെയാണ്? ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇന്നയാളെ മാതൃകയാക്കാൻ കൊള്ളാം, അല്ലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം, അല്ലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. അപ്പോൾ അങ്ങനെ പാസ്റ്ററുടെ ജീവിതത്തിൽ ഈ
ഇങ്ങനെയുള്ള മാതൃകയാക്കാൻ കൊള്ളാവുന്ന ആളുകളെ ആരൊക്കെ ആയിട്ടാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒത്തിരി ആളുകൾ, അവരുടെ ഗുണങ്ങൾ എന്താ? ഒത്തിരി ആളുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ട് എന്നെ രക്ഷയിലോട്ട് നടത്തിയ റാന്നി സ്വദേശിയായ പാസ്റ്റർ KS മാത്യു, ജെസ്സി ആൻറ്റി, അവരുടെ കുടുംബം എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരുടെ ആ ഒരു സ്നേഹവും കൈത്താങ്കലും, ഞാൻ 2 വർഷത്തോളം അവരുടെ കൂടെ നിന്നാണ് താമസിച്ച്. അവരാണ് എന്നെ ബൈബിൾ സ്കൂളിൽ വിട്ടതും പഠിപ്പിച്ചതും എല്ലാം. അവരുടെ ആ വ്യക്തിപരമായ ജീവിതത്തിലെ കമ്മിറ്റ്മെൻറ്റും, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റുന്ന ഉടനെയുള്ള ആ കുടുംബ പ്രാർത്ഥനയും സുവിശേഷ വേലയും, അന്നും പരസ്യയോഗങ്ങളും ചർച്ച് മീറ്റിങ്ങുകളും കൺവെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചിൽ. അത് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അദ്ദേഹം എൻ്റെ വളരെ വലിയ റോൾ മോഡലാണ്. അതിനുശേഷം ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബേബി സാറ് വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ്. അദ്ദേഹം ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അംബാസിഡർ കാറിൽ കയറ്റി ചർച്ച് മീറ്റിങ്ങുകൾക്കും പല പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോവുകയും ഞങ്ങൾക്കെന്ന് 10-22 വയസ്സല്ല, 25 വയസ്സ്, 20-25 വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാരാണ് ഞങ്ങളൊക്കെ. സാറിന് അന്ന് 50-60 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്രയും പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരെയും സാറിൻ്റെ കാറിൽ കൊണ്ടുപോവുകയും വീട്ടിൽ കൊണ്ടുപോവുകയും മീറ്റിങ്ങുകൾക്ക് കൊണ്ടുപോവുകയും പോകുന്ന വഴിയിൽ ചായ മേടിച്ചു കൊടുക്കുകയും ഞങ്ങൾ സാറിൻ്റെ ബാഗ് പിടിച്ചുകൊണ്ട് നടക്കുകയും ഞങ്ങളെയൊക്കെ ശുശ്രൂഷയിൽ കൈത്താങ്കൽ തന്ന, ഞങ്ങളാരും സുശേഷം വിട്ട് പോകരുത്, ഞങ്ങളാരും അന്നത്തെ വലിയ പക്വതയുള്ളവരോ വലിയ മിടുക്കന്മാരൊന്നും അല്ലെങ്കിലും ഞങ്ങളെപ്പോഴും ചെറുപ്പക്കാർ നിന്നെങ്കിലും നാളെ സുവിശേഷ വേലയ്ക്ക് ആളുണ്ടാകുകയുള്ളൂ എന്നുള്ള വലിയ കാഴ്ചപ്പാട് കൂടെ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബേബി സാറ് ഞങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെ കരുതി കൊണ്ടു നടന്ന ആ ഒരു അനുഭവം എനിക്കിന്നും എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വലിയ അനുഗ്രഹമായിട്ടുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച ഓരോ ജെയ്സൺ സാറ്, T. ജോസ് സാറ്, NC ജോസ് സാറ്, അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം വളരെ ക്വാളിഫൈഡും വളരെ കമ്മിറ്റഡ്, ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതിനുശേഷം ലോക സുവിശേഷീകരണത്തിന് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ ഫൗണ്ടർ ആയിരിക്കുന്ന ജോർജ് വെർവറാണ്. അദ്ദേഹം മരിച്ചുപോയി ചില വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹമാണ് ഇങ്ങനെ ലോക സുവിശേഷീകരണത്തിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഞങ്ങൾക്ക് പകർന്നു തരുവാനിടയായിത്തീർന്നത്. അദ്ദേഹം ഈ വേൾഡിൻ്റെ മാപ്പുള്ള ജാക്കറ്റ് ധരിച്ചുകൊണ്ട് നടക്കുകയും എപ്പോഴും ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊക്കെ ചെലവും കൈത്താങ്ങലും വാഹനവും സുവിശേഷ പ്രതികളും എല്ലാം തന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അയച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ നെറ്റ്വർക്കും ഒരുക്കി തന്ന ഒരു സംഘടനയാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ. വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതിൻ്റെ ഫൗണ്ടറായിരിക്കുന്ന ജോർജ് വെർവർ ഞങ്ങളെയൊക്കെ വളരെയധികം ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും അന്നും ഇന്നും ഞങ്ങൾക്ക് പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. OIM-ൻ്റെ ലീഡേഴ്സായിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് കീ ഫാക്ടേഴ്സാണ്, ഞങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ദേവദാസന്മാരും ഒത്തിരി ക്രിസ്തീയ പ്രവർത്തകരും വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാം മറ്റുള്ളവരിൽ നിന്ന് കണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സുവിശേഷീകരണം നടത്തേണ്ട ആവശ്യകത എന്താണ്? അതായത് യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത എന്താണ്? നമ്മൾ ഒരുപാട് ആളുകളുടെ കവലകളിലും റോഡുകളിലും വഴിവെക്കളിൽ നിന്ന് പ്രസംഗിക്കുന്നു, സുവിശേഷ പ്രതികളുമായി വീടുകളെ സഞ്ചരിക്കുന്നു. പല ആളുകളും നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ യേശു ക്രിസ്തുവിന്റെ ജീവിത ഉപദേശവും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർ അറിയേണ്ട ഒരു ആവശ്യകത എന്താണ്? ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ എല്ലാവരും അറിയണമെന്നും ക്രിസ്തുവിൽ എല്ലാവരും അംഗീകരിക്കണമെന്നും എല്ലാവരും ദൈവമക്കളായി തീരണമെന്നും എല്ലാവരും സ്വർഗത്തിൽ വരണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ആരും നശിച്ചു പോകുന്നത് പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. എല്ലാവരും സുവിശേഷം, കർത്താവ് പറഞ്ഞ വഴിയും സത്യവും ജീവനാകുന്നു, ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, എന്നിലൂടെ അല്ലാതെ ആരും രക്ഷ പ്രാപിക്കുന്നില്ല, ഞാനാകുന്നു സത്യം, അല്ലേ? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. അപ്പം സുവിശേഷ സത്യങ്ങൾ എല്ലാവരും അറിയണമെന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരണമെന്നും എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം. വിശ്വാസ മാർഗത്തിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് കൈക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം കൊടുത്തു എന്നാണ്. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരം നമ്മൾക്ക് ദൈവമക്കളാകുവാനുള്ള ഒരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവം തരുന്നു. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു, നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുന്നു, നമ്മുടെ ശാപങ്ങളെ ദൈവം അനുഗ്രഹമാക്കി തീർക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് രൂപാന്തരം വരുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സുവിശേഷം കേൾക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഇപ്രകാരമാണല്ലോ,
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. നിങ്ങൾ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിച്ചും അവരെ ശിഷ്യരാക്കി കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷൻ, ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് അല്ലേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൽപ്പനയാണ് നമുക്ക് ഇന്നും സുവിശേഷ വേലയ്ക്ക് പ്രചോദനമായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആരും നശിച്ചു പോകുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരും കർത്താവിനെ കണ്ടെത്തണമെന്നും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമെന്നും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഒരു സഹോദരിയെയൊക്കെ പരിചയപ്പെടുവാനിടയായി. അവരോട് ചോദിച്ചു, അവരുടെ മതത്തിൻ്റെ എല്ലാ ചിട്ടകളും എല്ലാ കൽപ്പനകളും എല്ലാ പൂജകളും എല്ലാ അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു. അവിടെ ഞാൻ ചോദിച്ചു, ഇതെല്ലാം അനുഷ്ഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും അവസാനം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഭയപ്പെടുവാനിടയായി തീർന്നു. അയ്യോ, എനിക്കറിയത്തില്ല. അവർക്ക് ഒരു 50 വയസ്സ് പ്രായമുള്ള എന്നേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിത്വമാണ് അവർക്ക് അവർന്ന് പറയാൻ സാധിച്ചു, ഞാനിതെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല, അവർക്കറിയില്ല. ഇനിയും അവരുടെ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. 50 വർഷത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം എന്താ കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപങ്ങളെ ക്ഷമിക്കുന്നു, വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം അകൃത്യങ്ങളെ മോചിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു, രക്ഷ സൗജന്യമായിട്ട് തരുന്നു എന്ന് അത് പറയുവാനിടയായി തീർന്നു. അവർക്ക് വലിയൊരു ആശയക്കുഴപ്പമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ പലരോടും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന് രക്തം വേണ്ട, ദൈവത്തിന് മാംസം വേണ്ട, ദൈവത്തിന് ബലി കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നും. കാരണം ദൈവം പറഞ്ഞിട്ട്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കത്തില്ല, ഞാൻ ഒന്നാമത് മാംസം കഴിക്കുന്നില്ല, ഞാൻ രക്തം കുടിക്കുന്നില്ല, എനിക്കിനി ദാഹിച്ചാലും ഞാൻ നിന്നോട് രക്തം ചോദിക്കുകയില്ല, മാംസം ചോദിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് നീ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മൃഗങ്ങളെയോ മറ്റു ബലികളോ കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, പർവ്വതത്തിലെ സകല മൃഗങ്ങളും എൻ്റേതാണ്, ഈ പക്ഷികൾ എൻ്റേതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് മാംസം ചോദിക്കുകയില്ല, എനിക്ക് ദാഹിച്ചാൽ ഞാൻ നിന്നോട് രക്തം ചോദിക്കുകയില്ല, ഞാൻ രക്തം കുടിക്കുന്നില്ല. നിങ്ങൾ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരും ഒരു ബലി അർപ്പിക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലി മുഖാന്തരം ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസം എന്ന മാർഗത്തിലൂടെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. വിശ്വസിക്കുന്നവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു, വിശ്വസിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു, വിശ്വസിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് ആത്മീയമായിട്ട് വളരുവാനുള്ള വഴികളെ ദൈവം ഒരുക്കുന്നു. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള വിടുതലും അനാവശ്യമായ വൃഥാവായിട്ടുള്ള പാരമ്പര്യങ്ങളിലുള്ള വിടുതലുകളെല്ലാം സുവിശേഷമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ഫാമിലിയുടെ ട്രാൻസ്ഫോർമേഷൻ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, സമൂഹത്തിൻ്റെ മാറ്റത്തിന് സുവിശേഷത്തിന് ഒത്തിരി കാര്യങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. സുവിശേഷം ഇന്നും ജനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, ഇന്നും സമൂഹങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ സുവിശേഷത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പവർ ഇന്നും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷത്തിനെ അംഗീകരിക്കാതെ സുവിശേഷം തള്ളിക്കളയുന്നവർ ഇന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ലോകത്തിലെ ജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്ന് 100 കൂട്ടം ദുശ്ശീലങ്ങൾക്കും അടിമപ്പെട്ട് സമൂഹം നശിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സുവിശേഷത്തെ അംഗീകരിക്കുന്നവർ രക്ഷിക്കപ്പെടുവാനും ദൈവമക്കളാകുവാനും ദൈവവേലയ്ക്ക് ഭാഗഭാക്കുവാകാനും അനുഗ്രഹിക്കപ്പെടുവാനും ഒത്തിരി വിടുതലുകളും സൗഖ്യങ്ങളും അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. അതായത് സുവിശേഷത്തെ അംഗീകരിക്കാത്തവർ പല രീതിയിലുള്ള കണികളിലും കുടുക്കുകളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ചെന്ന് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് സുവിശേഷീകരണത്തിന് ഇന്നുമല്ല കർത്താവിൻ്റെ വരവ് വരെയും അതിൻ്റേതായ പ്രാധാന്യവും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഉണ്ട്. ആരും സുവിശേഷത്തെ തുച്ഛീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാസ്റ്ററുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങൾ പറയാം. മറക്കാനാകാത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിൽ നിന്നും ബറോഡയ്ക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ ഒരു രാജസ്ഥാൻ്റെ എക്സ്പ്രസ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്ന രാജസ്ഥാനി സഹോദരനോട് സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജൽദി കരോ ജൽദി കരോ. കാരണം അദ്ദേഹം ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് പറയേണ്ടിയായിരുന്നു. കാരണം ഞാൻ ചോദിച്ചു, ഇത്രയും ഇങ്ങനെ സുവിശേഷം കേട്ട് ഇത്രയും പെട്ടെന്ന് സുവിശേഷത്തോട് പ്രതികരിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്.
അദ്ദേഹം പറയാണ്ടായിരുന്നു യേശു തോ ഭഗവാനെ ഉൻക നാം സെ ബഹുത് കുച്ച് ഹോ സക്താ ഹൈ. അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് പെട്ടെന്ന് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ബസ്സിൽ വെച്ച് രക്ഷിക്കപ്പെടുവാനായി തീർന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലായി യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു ദൈവമാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ പുത്രന്റെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ രക്ഷയും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കുമെന്നുള്ള ആ ഒരു ഹൃദയത്തിൽ ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജൽദി കരോ ജൽദി കരോ ഐസാ ബോൽ കർക്കെ ഓ യീശു കോ ഈ ബസ് में बैठ करके यीशु मसीह को ग्रहण किया है. वो मेरे को बहुत सरप्राइज हुआ है. ഓക്കെ, പാസ്റ്റർ ഒരു സാധാരണ ഒരു വെയിറ്റർ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് നല്ലൊരു നിലയിലെത്താനായിട്ട് ഇതിന്റെ പിന്നിൽ എന്താണ് ഒരു ദൈവിക പ്രവൃത്തി? ഇന്ന് പാസ്റ്റർ നല്ലൊരു പൊസിഷനിലെത്തിയിരിക്കുന്നു, ദോഹയിലായിരിക്കുന്നു, വൈഫിന് ജോലിയുണ്ട്, നല്ലൊരു മേഖലയിലാണ് പാസ്റ്റർ എത്തി നിൽക്കുന്നത്. ഒരു വെയിറ്റർ ആയിരുന്ന പാസ്റ്റർ ഇത്രയും ഒരു ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് എത്താനുള്ള പിന്നിലുള്ള ഒരു കാരണം എന്താണ്? തീർച്ചയായിട്ടും ദൈവവിളി തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മൾ പറയുന്നല്ലോ, യെരമ്യാവിനോട് പറയുന്ന കണക്ക് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ദൈവവിളി തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു അത് ദൈവത്തിൻ്റെ വിളിയായിരുന്നു. വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ള ആ ദൈവവിളി എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നത്. ഇല്ലേ, ഞാനും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി പോകാനും ലോകപ്രകാരം ജീവിക്കാനുള്ള ലോകപ്രകാരം ജീവിച്ചുകൊണ്ടിരുന്ന മനസ്സിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു രൂപാന്തരീകരണം ഉണ്ടാകാനിടയായിട്ട് ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം എൻ്റെ മുൻപും പിൻപും അടച്ച് എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുപോകുവാനും ബൈബിൾ പഠിക്കുവാനും ഓപ്പറേഷൻ മൊബിലൈസേഷൻ, ബാച്ചലർ ഓഫ് തിയോളജിയും മാസ്റ്റർ ഓഫ് ഡിവിനിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ ഇടയായി തീർന്നത്. പിന്നെ എനിക്ക് സുവിശേഷത്തോട് വലിയ വ്യക്തിപരമായ ഒരു ദർശനം ഉണ്ടായത് എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ പാടുന്ന ഈ പാട്ടുണ്ടല്ലോ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് എന്നുള്ള പാട്ട് തന്നെ അന്നും ഇന്നും വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സുവിശേഷം മറ്റൊരാളോട് പറയുക എന്നുള്ളത് നമുക്ക് അങ്ങനെ സ്വർഗത്തിലെ ഏഞ്ചൽസിന് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പരമാവധി മറ്റുള്ളവരോട് പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ പരമാവധി സുവിശേഷ പ്രതികൾ വിതരണം ചെയ്തതും പരമാവധി വ്യക്തി ഞാൻ യാത്ര ചെയ്യുമ്പോഴും അടുത്ത് വരുന്ന ആളുകളോടെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു സുവിശേഷീകരണം നടക്കണം. അവിടെയും യേശു കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂലോകത്തിൽ എങ്ങും പോയി സാക്ഷികളാകുവേൻ. യെരുശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്നുള്ളതാണല്ലോ ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് സാക്ഷി പറയുവാനും സാക്ഷികളാകുവാനും, വ്യക്തിപരമായിട്ട് അവരുടെ മുമ്പിൽ സാക്ഷിയാകുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ള ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അതാണ് ദൈവം എന്നെ, എൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ വേലയോടുള്ള കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനുമാണ് ദൈവം എന്നെ മാനിക്കുവാൻ, ഇത്രത്തോളം എന്നെ അനുഗ്രഹിക്കുവാനും ഇത്രത്തോളം നിലനിർത്തുവാനും ഇടയായിത്തീർന്നത്. ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ ഒരു ബൈബിൾ പഠനത്തിന് എത്ര സമയം ചെലവഴിക്കുന്നു, പ്രാർത്ഥിക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നു, ഒരു ദിവസത്തെ ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സമയം തികയുന്നില്ല എന്ന് പറയാനാണ് എനിക്ക് താല്പര്യമിരിക്കുന്നത്. കാരണം അത്രത്തോളം ബൈബിൾ സബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് തയ്യാറാക്കണമെങ്കിൽ തന്നെയും വളരെ സമയം ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട്, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത്, വിത്തൗട്ട് പ്രിപ്പറേഷൻ യു ഷുഡ് നോട്ട് ഗോ ഫോർ പ്രീച്ചിങ്. ബിഫോർ പ്രീച്ചിങ് യു ഷുഡ് പ്രിപ്പയർ ദ മെസ്സേജ്, യു ഷുഡ് സ്റ്റഡി ഇറ്റ്, യു ഷുഡ് പ്രേ, ദെൻ ഓൺലി യു ഹാവ് ടു ഗോ ആൻഡ് പ്രീച്ച്. അപ്പം ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, തയ്യാറാകണം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് സമയം തികയുന്നില്ല. എൻ്റെ ഒരു മിനിമം 1-2 മണിക്കൂറെങ്കിലും കിട്ടിയാലേ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് വ്യക്തിപരമായിട്ട് നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കും ലോകത്തിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഇൻറ്റർസെഷൻ ചെയ്യണമെങ്കിൽ ഒരു 2 മണിക്കൂർ മിനിമം വേണം. സമയത്തിൻ്റെ തിരക്കുകൾ കാരണം പലപ്പോഴും കൂടിയും കുറഞ്ഞും പോകാറുണ്ട്. ബൈബിൾ പഠിക്കാനാണെങ്കിലും ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ഡെയിലി ബൈബിൾ റീഡിങ് നടത്തണം. ഏതെങ്കിലും വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആ വിഷയത്തിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ടീച്ചിങ് മെറ്റീരിയൽസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുവാൻ ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വെളിപ്പാടുകളെക്കുറിച്ച്, പത്രോസിനുണ്ടായ വെളിപ്പാട്, പൗലോസിനുണ്ടായ വെളിപ്പാട്, ദൈവാനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച യോഹന്നാൻ്റെ വെളിപ്പാടുകളെക്കുറിച്ച് പ്രസംഗിക്കാനുണ്ട്. അപ്പം ഓരോ
സമയം തികയുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും എനിക്കത് ബൈബിൾ വായിക്കുന്നതും പഠിക്കുന്നതും വചനം ശുശ്രൂഷിക്കുന്ന ഒരു ബോറായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളൊരു കുറവാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് അടുത്ത ഭാവി പദ്ധതികളൊക്കെ? എന്താണ് ഭാവി പദ്ധതികൾ? കൂടുതൽ ഉപവസിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ സാക്ഷ്യം പറയുക, കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഗോൾ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തന്നെ എന്നെ തന്നെ കൂടുതൽ ഉപവസിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ ആരാധിക്കുവാനും കൂടുതൽ വചനം പഠിക്കുവാനും കൂടുതൽ റീച്ച് ചെയ്യാൻ ഉള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും ബലത്തിനും വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ഇത്ര സമയം പാസ്റ്ററുമായിട്ട് സംസാരിക്കാൻ ഞാൻ വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. ദൈവം പാസ്റ്റർ ധാരാളമായിട്ട്. Thank you so much, Saju, for giving me this great opportunity. God bless you. I had been watching your YouTube videos, so you are not new to me. ഞാൻ വർഷങ്ങളായിട്ട്, എത്ര വർഷമായി ഇപ്പോൾ ഈ ഫീൽഡിലായിട്ട്? 3 വർഷമായി. അപ്പോൾ ഞാൻ ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ട് താങ്കളുടെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. സോ ഐ ആം എ subscriber of your channel. You are not new for me. I am a subscriber, and thank you so much for this great opportunity. God bless you. God bless all our viewers.